നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ വിവാദ കൊടുമുടി കയറിയ ദിവസമാണ് കഴിഞ്ഞു പോയത്. വിവാദത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം SDP എന്ന് പറയുന്ന സംഘടനയുമാണ്. SDP CPM വിഴുങ്ങുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതാണ് ശരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ചർച്ചയിൽ SDP ചിത്രത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ചിത്രത്തിലേക്ക് SDP വരുന്നത് ഞങ്ങളുടെ പിന്തുണ ചില മണ്ഡലങ്ങളിൽ LDFനായിരിക്കും എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ്. ചില മണ്ഡലങ്ങളിൽ UDFനായിരിക്കും. കാസർഗോഡ്, മഞ്ചേശ്വരത്തും ഒക്കെ ഒരുപക്ഷെ SDP UDFനായിരിക്കും സഹായിക്കുക. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ ഇരുമുന്നണികളെയും സഹായിക്കുന്നതായിട്ടുള്ള നിലപാടെടുക്കുന്നത്? SDP പറഞ്ഞ് വളരെ വ്യക്തമാണ് അവരുടെ കാര്യം. എവിടെയൊക്കെയാണോ BJP ജയിക്കാൻ സാധ്യതകൾ, ആ BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യും. അത് ഞങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയാണ്. അങ്ങനെ പറയുമ്പോൾ CPMനെതിരെയുള്ള കൊട്ടേഷനായി മാറുകയാണ്. കാരണം CPM അതിശക്തമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ട് മുൻപ് ഉയർത്തിയ വാദം എന്ന് പറയുന്നത് മതമൗലികവാദികളുമായോ വർഗീയവാദികളുമായോ ഒരു കാരണവശാൽ ഞങ്ങൾ കൂട്ടുകൂടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ പറയുന്നതിന് അവരുദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും അവർ എതിർക്കുകയും ചെയ്തത് കോൺഗ്രസിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെയാണ്. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയായി സഖ്യത്തിലാണ്. എന്താ ജമാഅത്തെ ഇസ്ലാമി? അത് ഒരു മതരാഷ്ട്രവാദ സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല, വോട്ട് വാങ്ങില്ല, വോട്ട് ചെയ്യില്ല, അങ്ങനത്തെ പ്രക്രിയ അവർക്കുണ്ടായിരുന്നു. വോട്ട് ജനാധിപത്യത്തിൻ്റെതാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, ഞങ്ങളത് സ്വീകരിക്കുന്നവരില്ല. അങ്ങനെ വോട്ടിങ്ങിൽ പങ്കെടുക്കാതിരുന്നാണ്. പിന്നീടാണ് അവർ വോട്ടിൽ പങ്കെടുക്കാനായിട്ട് അവർ പറഞ്ഞു, ഒരു സർക്കാരിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഒരു സർക്കാരിൻ്റെ നിയമങ്ങളും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ നിയമങ്ങൾ ഞങ്ങളുടെ മതം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളാണ്. ഞങ്ങളുടെ രാഷ്ട്രം ഞങ്ങളുടെ മതമാണ്. അതുകൊണ്ടാണ് മതരാഷ്ട്രവാദികളായിട്ട് അവർ ചിത്രീകരിക്കപ്പെട്ടത്. ഈ ജമാഅത്തെ ഇസ്ലാമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് സഖ്യത്തിലായി. അങ്ങനെ സഖ്യത്തിലായ സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് AK ബാലൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്താൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരിക്കും എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ആരും നിയമസഭയിലെത്തുന്നില്ല. പക്ഷേ ബാലൻ പറഞ്ഞു അവരായിരിക്കും അത് ചെയ്യുക. എന്നുവെച്ചാൽ പിന്നിലിരുന്ന് ആ ഭരണകൂടത്തെ, UDFൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമായിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും വരുന്ന 5 കൊല്ലം കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് AK ബാലൻ പറഞ്ഞത്. ഇതതിൻ്റെ രാഷ്ട്രീയമായി. ആ രാഷ്ട്രീയം പറഞ്ഞ സമയത്ത് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല, അതൊരു പുതിയ ജമാഅത്തെ ഇസ്ലാമിയാണ്, അതിന് മതരാഷ്ട്രവാദമില്ല. സതീശനത് പറഞ്ഞു പോയി. പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് എന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി ഇത് തന്നെയാണ്, പഴയതും പുതിയതുമായിട്ടൊന്നും വ്യത്യാസമൊന്നുമില്ല, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അങ്ങനെ കോൺഗ്രസ് വളരെ വിഷമം പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് SDP പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അവർ പറഞ്ഞത്, നേമത്ത് ഞങ്ങൾ ശിവൻകുട്ടിയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഗീയത വോട്ട് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ CPMന് ഉറക്കെ വിളിച്ച് പറയാവുന്നൊരു കാര്യമുള്ളൂ. നേമത്തെന്നല്ല, കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് SDP വോട്ട് വേണ്ട. അത് പറയാൻ പക്ഷേ CPMന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ മൗനം പാലിച്ചു. അങ്ങനെ മൗനം പാലിച്ച് രാഷ്ട്രീയമായി പരാജയം ഏറ്റുവാങ്ങുകയാണ് യഥാർത്ഥത്തിൽ CPM ചെയ്തത്. ചിലപ്പോൾ തിരുത്തുമായിരിക്കും. നാളെയും മറ്റന്നാളോ കഴിയുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞേക്കാം. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ജമാഅത്തിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്യും.
അവർ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം CPM അവരും തമ്മിൽ അങ്ങനെയുള്ള സഖ്യമോ ധാരണയോ ചർച്ചയോ ഒന്നുമില്ല. അപ്പോൾ അവർ വോട്ട് ചെയ്ത് കൂട്ടെ. ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് പോലെ തന്നെയാണ് SDPI ചെയ്യുന്നത്. SDPIക്ക് ഇഷ്ടമുള്ളവർക്ക് SDPI വോട്ട് ചെയ്യും. അവർ പറഞ്ഞല്ലോ, ഇപ്പോൾ നേമത്ത് ഞങ്ങൾ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യും. ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തിട്ട് അവർ CPM പൊതുവെ പ്രഖ്യാപിക്കേണ്ട നിലപാടെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് ആവശ്യപ്പെടുന്നില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട. ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞാലും SDPIക്ക് വോട്ട് ചെയ്യാം. കാരണം SDPI ആണ് തീരുമാനിക്കുന്നത് അവരുടെ വോട്ട് ആർക്ക് ചെയ്യണമെന്നുള്ള കാര്യം. അവർ ആരുമായിട്ടും സഖ്യത്തിലേർപ്പെടുന്നില്ല, കരാറിലേർപ്പെടുന്നില്ല, ചർച്ചയിലേർപ്പെടുന്നില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അതാണല്ലോ അവർ പറഞ്ഞത്. മഞ്ചേശ്വരത്തും കാസർഗോഡൊക്കെ ഞങ്ങൾ UDF വോട്ട് ചെയ്യും, നേമത്തെ ഞങ്ങൾ CPM വോട്ട് ചെയ്യും. ചേട്ടാ എന്താ കാര്യം? അപ്പോൾ അവർ പറഞ്ഞ എന്താണ്, ഞങ്ങൾ വോട്ട് ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJP അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. BJP അധികാരത്തിൽ വരാതിരിക്കുക എന്ന് മാത്രമല്ല, കേരളം നിയമസഭയിൽ ഒരിടത്ത് പോലും BJP അയക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ ആ രാഷ്ട്രീയ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സുവ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ കിടക്കുന്ന സമയത്ത് അത് സുവ്യക്തമായി പറയുന്നതിൽ CPM വീഴ്ച വരുത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞാലും നേമത്ത് SDPIയുടെ വോട്ട് വേണ്ട എന്ന് നേമത്ത് ശിവൻകുട്ടി പറഞ്ഞാലും SDPIക്കാർ ശിവൻകുട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയുകയാണ്, അതെ കേട്ടോ, ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുത്തോ എന്ന് അവർക്ക് പറയാം. അങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കലാണ്. അവിടെ മൗനം പാലിച്ചാൽ ശത്രുക്കൾ ഉടനെ കയറി വീഴും. ആ തിരിച്ചറിവ് CPMന് ആവശ്യമാണ്. വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അവർ വോട്ട് ചെയ്യും. അത് അവരുടെ ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യമല്ല. BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവർ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നേമത്ത് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ അവർ നേമത്ത് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും, എങ്കിലേ നേമത്ത് ശിവൻകുട്ടി ജയിക്കുകയും ഈ വർഷം അത് തന്നെ സംഭവിക്കും. നിയമം പൂട്ടിച്ചു എന്ന് ഒരിക്കൽ കൂടി പറയാം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടും പറയാം, അങ്ങനെ പറയാതിരുന്നുകൊണ്ടും പറയാം. എന്നുവെച്ചാൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും പൂട്ടിക്കാം, പറയാതെയും പൂട്ടിക്കാം. CPMന് രാഷ്ട്രീയമായി നല്ലത് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത് നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കലാണ്. ആ രാഷ്ട്രീയ വ്യക്തത, പൊളിറ്റിക്കൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ മുൻ ദിവസങ്ങളിൽ പ്രകടമാക്കാൻ CPMന് കഴിഞ്ഞില്ലെങ്കിൽ CPM പരാജയപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ നേമത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് CPMൻ്റെ രാഷ്ട്രീയ തോൽവിയുടെ സ്വഭാവത്തെ പ്രകടമാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് SDPI ഒരു കാരണവശാലും CPMനെ വിഴുങ്ങാൻ പാടില്ല എന്നുള്ളത് ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നതിൽ മുന്നിൽ നിന്നവർ SDPIക്കാരാണ്. എന്താണ് അഭിമന്യു പറഞ്ഞത്? വർഗീയത തുലയട്ടെ, വർഗീയത തുലയട്ടെ എന്ന് അഭിമന്യുവിനെ പോലെ CPMനുള്ള മുഴുവൻ ആളുകൾക്കും വിളിച്ചു പറയാനായിട്ട് കഴിയും. അതിന് CPM ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് SDPIയുടെ വോട്ട് വേണ്ട എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ്. അത് നടത്താൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള ക്ലാരിറ്റി CPMനുണ്ടായില്ലെങ്കിൽ CPM പരാജയപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.